ഓൾഡ് ഈസ് ഗോൾഡ്. മലയാള സിനിമയുടെ സാമ്പ്രദായിക രീതികളിൽ നിന്നെല്ലാം തീർത്തും മാറി നിൽക്കുന്ന വ്യത്യസ്തമായൊരു സിനിമ, അതാണ് ഓൾഡ് ഈസ് ഗോൾഡ്. മലയാളത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സിനിമ, തമാശകൾ നിറഞ്ഞ ഒരു പ്രണയ സിനിമ എന്നും പറയാം. ഓൾഡ് ഈസ് ഗോൾഡിനെ കുറിച്ച് ഒറ്റവാക്കിൽ ഇങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക. അന്ധനായ ദേവൻ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ബാൻഡിലെ പ്രധാന ഗായകനാണ്. താൻ ഉൾപ്പെടുന്ന ബാൻഡിലെ പലരുടെയും ജീവിതം നിലനിൽക്കുന്നത് തൻ്റെ ശബ്ദം കാരണമാണെന്ന് തിരിച്ചറിഞ്ഞ് വലിയ ഓഫറുകളെല്ലാം പിന്തള്ളി സുഹൃത്തുക്കൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന ദേവൻ എന്ന കഥാപാത്രം സിനിമ കാണുന്ന ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. ദേവൻ്റെ ജീവിതത്തിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രണയം തുറന്നു പറയും മുമ്പേ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് പാട്ടുപാടാനുള്ള വിധിയും ദേവനിൽ തന്നെ എത്തുന്നു. തമാശയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ജീവിതഗന്ധിയായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ കാഴ്ചക്കാരൻ്റെ കണ്ണ് നിറയ്ക്കും. തികച്ചും സാധാരണക്കാരായ കഥാപാത്രങ്ങൾ, അതിഭാവുകത്വം ഒട്ടും തോന്നാത്ത പച്ചയായ ജീവിത സന്ദർഭങ്ങൾ. പ്രധാന കഥാപാത്രങ്ങളായ ദേവൻ്റെയും കല്യാണിയുടെയും ഒപ്പം നമ്മളും സഞ്ചരിക്കും. എന്നാൽ ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയല്ല ഓൾഡ് ഈസ് ഗോൾഡ്. ദേവനിലൂടെ, അവൻ്റെ പാട്ടിലൂടെ മറ്റു പലരുടെയും ജീവിതം ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ധർമ്മജൻ, പാഷാണം ഷാജി, നിർമ്മൽ, ദീപു, ഫൈസൽ റാസി, കോട്ടയം പ്രദീപ്, പൊന്നമ്പ ബാബു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായ മുഹൂർത്തങ്ങളിലൂടെ ഈ ഹാസ്യസംഘം കാഴ്ചക്കാരെ പലപ്പോഴും മനസ്സ് തുറന്ന് ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ചിത്രത്തിലെ ഗാനങ്ങളാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. പേര് സൂചിപ്പിക്കും പോലെ 90കളിലെ മനോഹര ഗാനങ്ങൾ തെല്ലും തനിമ ചോരാതെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കോളേജിലെയും പൂങ്കാറ്റെ പോയി ചെല്ലാമോ, നീലാകാശ ചെരുവിൽ തുടങ്ങിയ പല ഗാനങ്ങളും പ്രേക്ഷകരെ നന്നായി രസിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിലെ പുട്ടുപാട്ടും ഫ്ലാഷ് ബാക്കിലെ നാടൻ ഈരടികളും ഏറെ പ്രശംസനീയം തന്നെ. സംവിധായകൻ്റെ സിനിമ തന്നെയാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയാം. സിദ്ദിഖ് ലാൽ ടീം മലയാളത്തിന് പരിചയപ്പെടുത്തിയ സിറ്റുവേഷൻ ഹ്യൂമർ ചിത്രത്തിൽ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പട്ടം പോലെയിലൂടെ മലയാളത്തിലെത്തിയ സെൽവൻ്റെ ക്യാമറ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ട കാര്യമായ മസാലകളൊന്നും ചേർക്കാത്ത പച്ചയായ ജീവിതം കാണിച്ചു തരുന്ന ഒരു കൊച്ചു സിനിമ. പരീക്ഷയുടെ തിരക്കിൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ മടിക്കുന്ന സമയത്ത് സധൈര്യം തിയേറ്ററിലെത്തിയ സിനിമ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അല്പനേരം ചിരിക്കാൻ മനസ്സുള്ളവർക്കും പൂർണ്ണമായി എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കും ഈ സിനിമ നഷ്ടമാവില്ല. ചിത്രത്തിലെ പ്രണയം യുവത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്ത കാലത്ത് കണ്ട പ്രണയ ഹാസ്യ ചിത്രങ്ങൾ മികച്ച സിനിമയായി തന്നെ ഓൾഡ് ഈസ് ഗോൾഡിനെ വിലയിരുത്താം. കുടുംബസമേതം ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാണ് ഓൾഡ് ഈസ് ഗോൾഡ്.